നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച് ഓട്ടോ യാത്രികർക്ക് പരിക്ക്. ഹൈസ്കൂൾ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന നീന്തൽ സാക്ഷരതാ യജ്ഞം ശ്രദ്ധേയമാകുന്നു. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി സ്നേഹസംഗമം ഒരുക്കി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. കൊളോസ്റ്റമി രോഗികൾക്കായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച് ഓട്ടോ യാത്രികർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർ കുഴിക്കാട്ടുശ്ശേരി റായ്പറമ്പിൽ 31 വയസ്സുള്ള സുജിത്ത്, ഓട്ടോയിലെ യാത്രക്കാരായ കുഴിക്കാട്ടുശ്ശേരി മാരാത്ത് വീട്ടിൽ 45 വയസ്സുള്ള ബ്രിജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം തകർന്ന നിലയിലാണ്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ചാലക്കുടി ഭാഗത്തുനിന്നും വരികയായിരുന്ന KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് അപകടം. പുതുക്കാട് പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. ഹൈസ്കൂൾ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന നീന്തൽ സാക്ഷരതാ യജ്ഞം ശ്രദ്ധേയമാകുന്നു. പഞ്ചായത്തിൽ വിവിധ വിദ്യാലയങ്ങളിലെ 8, 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് നീന്തൽ പരിശീലിക്കുന്നത്. നീന്തലറിയാതെ കൗമാരപ്രായക്കാർ ജലാശയങ്ങളിൽ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻകരുതലാണ് നീന്തൽ പരിശീലന പദ്ധതി. മുങ്ങിമരണങ്ങൾ നിത്യസംഭവമാകുന്ന പശ്ചാത്തലത്തിലാണ് കൗമാരപ്രായക്കാരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി നീന്തൽ പരിശീലനം നൽകാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തത്. നീന്തൽ അറിയാത്തതുകൊണ്ട് മാത്രം മുങ്ങിമരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കപ്പെടരുതെന്ന ദൃഢനിശ്ചയമാണ് ഈ പരിശീലന പദ്ധതിക്ക് പിന്നിലുള്ളതെന്ന് മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ് പറഞ്ഞു. നീന്തൽ പരിശീലിച്ചതിനൊപ്പം കുട്ടികളിൽ ആത്മവിശ്വാസവും ധൈര്യവും വളർത്താനും പഞ്ചായത്തിന്റെ നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ സാധിച്ചതായി പഞ്ചായത്ത് അംഗം സീബ ശ്രീധരനും പറഞ്ഞു. കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി നിലയില്ലാത്ത വെള്ളത്തിൽ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ആളൂർ കൊമ്പിടി സ്വദേശിയായ MS ഹരിലാലാണ് മറ്റത്തൂരിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി അവരെ ആഴമുള്ള കുളങ്ങളിൽ അനായാസം നീന്താൻ പ്രാപ്തരാക്കുന്നത്. 2 ഘട്ടങ്ങളിലായി 150ഓളം കുട്ടികളാണ് നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തത്. വെള്ളിക്കുളങ്ങര കടുങ്ങാച്ചിറയിലായിരുന്നു ആദ്യഘട്ടം പരിശീലനം. ചെമ്പുച്ചിറയിലെ വിസ്തൃതമായ കുളത്തിൽ 2ാം ഘട്ടം പരിശീലനം നടന്നുവരികയാണിപ്പോൾ. ഇതുവരെ കുളങ്ങളിൽ ഇറങ്ങിയിട്ടില്ലാത്ത കുട്ടികൾ കേവലം ഒരാഴ്ചത്തെ പരിശീലനത്തിലൂടെ ആഴമുള്ള കുളത്തിൽ നീന്താൻ പഠിച്ചു കഴിഞ്ഞതായി ഹരിലാൽ പറഞ്ഞു. ഒരു സ്പോർട്സ് ഇനമായല്ല, ജീവൻ രക്ഷാ മാർഗം എന്ന നിലയ്ക്കാണ് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നതെന്ന് കഴിഞ്ഞ 15 വർഷത്തിനിടെ ആയിരക്കണക്കിന് കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചിട്ടുള്ള ഹരിലാൽ പറയുന്നു. മുഖ്യ പരിശീലകൻ ഹരിലാൽ മൂത്തേടത്തിനൊപ്പം AN സജീവൻ, CR സോണി, MV ബിജുമോൻ, നവീൻ പോണോളി, EJ ജിനേഷ് എന്നിവരും പരിശീലക സംഘത്തിലുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:45 മുതൽ 7:45 വരെയുള്ള 1 മണിക്കൂറാണ് പരിശീലന സമയം. രാവിലെ പരിശീലനത്തിനായി എത്തുന്ന കുട്ടികളെ കുളത്തിനു ചുറ്റും ഓടി വ്യായാമം ചെയ്യിച്ച ശേഷമാണ് നീന്താനിറക്കുന്നത്. എയർ നിറച്ച റബ്ബർ ട്യൂബിന്റെ സഹായത്തോടെ ആദ്യം നീന്തുന്ന കുട്ടികൾ പിന്നീട് ട്യൂബിന്റെ സഹായമില്ലാതെ തന്നെ നീന്താൻ പ്രാപ്തരാക്കുന്ന തരത്തിലാണ് പരിശീലനം ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും പരിശീലനം കഴിയുമ്പോൾ കുട്ടികൾക്ക് 1 ഗ്ലാസ് പാലും നൽകുന്നുണ്ട്. വീടിനുള്ളിലെ കുളിമുറികളിൽ മാത്രം കുളിച്ചു ശീലിച്ച ഞങ്ങൾക്ക് കൂടുതൽ ധൈര്യവും ആത്മവിശ്വാസവും ആർജിക്കാൻ നീന്തൽ പരിശീലനത്തിലൂടെ കഴിയുന്നുണ്ടെന്ന് വിദ്യാർത്ഥികളും സാക്ഷ്യപ്പെടുത്തുന്നു. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി സ്നേഹസംഗമം ഒരുക്കി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. സ്നേഹസംഗമത്തിന്റെ ഭാഗമായി വയോജനങ്ങളെ ചിമ്മിനി ഡാം സന്ദർശിക്കാൻ അവസരം ഒരുക്കുകയും കലാമേളയും നടത്തി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അഷ്റഫ് ചാലിയത്തൊടി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റോസിലി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ വിജിത ശിവദാസൻ, CA ബേനസീർ, പുഷ്പാകരൻ ഒറ്റാലി, കലാപ്രിയ സുരേഷ്, ICDS സൂപ്പർവൈസർ പ്രതിഭ ദയാനന്ദൻ, ICDS സൂപ്പർവൈസർ ചിത്ര ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു.
കൊളോസ്റ്റമി രോഗികൾക്കായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും മറ്റത്തൂർ CHCയുടെയും പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സെമിനാർ നടന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീല ജോർജ്, ടെസി വിൽസൺ, പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനോക്കാരൻ, സതി സുധീർ, VK മുകുന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് BDO KC ജിനീഷ്, പുതുക്കാട് TH സൂപ്രണ്ട് ഡോക്ടർ KG ശിവരാജ്, മറ്റത്തൂർ CHC ഹെൽത്ത് സൂപ്പർവൈസർ KK വിനോദ്, NHM ജില്ലാ കോർഡിനേറ്റർ AV അനൂപ്, പാലിയേറ്റീവ് MO ഡോക്ടർ ആർഷ ലോഹിതാക്ഷൻ, മറ്റത്തൂർ CHC സൂപ്രണ്ട് ഡോക്ടർ MV റോഷ് എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ CK മിഥുൻ റോഷ് ക്ലാസ് നയിച്ചു. മാന്നാമംഗലം ടയർ കമ്പനിയിൽ വൻ തീപിടുത്തം. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ്1 എന്ന ടയർ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 5 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തൃശൂരിലെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. തൃശൂരിൽ നിന്ന് 3 യൂണിറ്റും പുതുക്കാട് നിന്ന് 1 യൂണിറ്റും ഫയർഫോഴ്സ് എത്തി 1.5 മണിക്കൂറോളം പണിപ്പെട്ട് 6:30യോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിൽ കമ്പനി പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ടയറിന്റെ റീസോളിംഗ് ഭാഗമാണ് കമ്പനിയിൽ നിർമ്മിക്കുന്നത്. മൂർക്കനിക്കര സ്വദേശി പുഷ്കരന്റെ ഉടമസ്ഥതയിലാണ് സ്ഥാപനമുള്ളത്. സുന്നി ആശയം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്താനോ അപകീർത്തിപ്പെടുത്താനോ അനുവദിക്കരുതെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. SYS കേരള യുവജന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സുന്നി ആശയങ്ങൾ സംരക്ഷിക്കുന്നതിന് സമസ്തയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനം തുടരും. ബഹുസ്വര പാരമ്പര്യം അംഗീകരിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക സമൂഹവും അതിനെ പിന്തുണയ്ക്കണം. ഈ ആശയത്തിൽ സുന്നി സംഘടനകൾ ഒരുമിച്ച് നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹിക സാഹോദര്യവും പുരോഗതിയും ഒരുപോലെ പ്രധാനമായി കണ്ട് സമസ്തയും സംഘടനകളും പ്രവർത്തിക്കും. നവകേരള നിർമ്മാണത്തിൽ പങ്കുചേരും. പുത്തുമല ഉൾപ്പെടെയുള്ള ദുരിത പ്രദേശങ്ങളുടെ പുനരുദ്ധാരണത്തിൽ മുസ്ലിം ജമാഅത്തും SYSഉം കൂടെയുണ്ടാകും. ഫലപ്രദമായ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേതൃത്വം നൽകണം. സാമൂഹിക സൗഹാർദ്ദം സർക്കാരിന്റെ നയപരിപാടിയായി ഉൾപ്പെടുത്തുകയും പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ച് പ്രവർത്തിക്കുകയും വേണമെന്നും കാന്തപുരം പറഞ്ഞു. യുവജനങ്ങളുടെ സർഗാത്മക വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് 3 ദിവസങ്ങളിലായി നടന്ന SYS കേരള യുവജന സമ്മേളനം സമാപിച്ചു. വിവിധ ആശയങ്ങളിൽ പ്രതിനിധി സായാഹ്ന പൊതുസമ്മേളനം, ഫ്യൂച്ചർ കേരള സമ്മിറ്റി, നെക്സ്റ്റ് ജെൻ കോൺക്ലേവ്, ഹിസ്റ്ററി ഇൻസൈറ്റ്, യങ് ഇന്ത്യ സിമിനോസിയം എന്നിവയിലൂടെ സാമൂഹിക വികസനവും സമുദ്ധാരണവും ലക്ഷ്യം വെക്കുന്ന പഠനങ്ങളും സംവാദങ്ങളും നടത്തി. സമാപന ചടങ്ങിൽ സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അലി ബാഗഫി തങ്ങൾ, വഖഫ് മന്ത്രി V അബ്ദുറഹ്മാൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, ജോയ് ആലൂക്കാസ്, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, C മുഹമ്മദ് ഫൈസി, സെയ്ദ് ത്വാഹ തങ്ങൾ സഖാഫി, സുലൈമാൻ സഖാഫി മാളിയേക്കൽ, മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, ഫസൽ തങ്ങൾ, റഹ്മത്തുള്ള സഖാഫി എളമരം, NM സ്വാദിഖ് സഖാഫി, M മുഹമ്മദ് സാദിഖ്, മുഹമ്മദ് ഫാറൂഖ് നഈമി, ഫിർദൌസ് സഖാഫി കടവത്തൂർ, സമീർ എറിയാഡ് എന്നിവർ പ്രസംഗിച്ചു. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഫെറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത്, വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, ഫാദർ ബെൻവിൻ തട്ടിൽ, സിറിൽ ആന്റണി, നെപ്പോ ചിറമൽ, സനൽ മഞ്ഞളി, സിജു മഞ്ഞളി, സിസ്റ്റർ റോസ്മിൻ മാത്യു, ഫാദർ ഡിറ്റോ കൂള, ജോസി ജോണി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഗാനമേള, നൃത്തങ്ങൾ, മിമിക്സ് പരേഡ് എന്നിവയുണ്ടായിരുന്നു. എനിക്ക് ദൈവത്തെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രമാത്രം ഹൃദയശുദ്ധി ഉണ്ടാകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എന്താണ് ഹൃദയശുദ്ധി? എല്ലാവരെയും സ്നേഹിക്കുക. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മറ്റുള്ളവന് നന്മയുണ്ടാകുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ളവർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. ഓരോ കുടുംബത്തിലുമുണ്ട്.
വെണ്ടൂർ ഇടവകയുടെ ശതാബ്ദി സമാപനം 2025 ജൂബിലി വർഷത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഇത് സമാപനമല്ല എന്ന് വിചാരിച്ച് സൂചിപ്പിച്ചത് വളരെ അർത്ഥവത്താണ്. സമാപനങ്ങളെല്ലാം പുതിയൊരു കാര്യത്തിൻ്റെ ഉദ്ഘാടനമാണ്. സാർവത്രിക സഭയിൽ അങ്ങനെ 32 വീട്ടുകാർ തുടങ്ങി വെച്ച സംരംഭം ഇന്ന് 1812 വീട്ടുകാർ അറ്റ് പുൽക്കാട് ഇടവകയിലുണ്ട്, കുടുംബങ്ങളുണ്ട്. ഇപ്പൊ ഞാനിത് പറഞ്ഞത് ഇതേ ചരിത്രം തന്നെ നമ്മുടെ ഈ മാതാവിന്റെ ഈ ആലയത്തിലുണ്ട്. നമ്മുടെ പൂർവികന്മാർ തുടങ്ങി വെച്ച വലിയ ഒരു സംരംഭം അത് വളർന്ന് വലിയൊരു വൃക്ഷമായിട്ട് ഇന്ന് അതിന്റെ 100ാമത്തെ വർഷവും അതിന്റെ ആഘോഷങ്ങളും അതിന്റെ ആശീർവദിക്കപ്പെട്ട് ദീപബലി അർപ്പിച്ചു, പ്രാർത്ഥനാലയമായിട്ട് അങ്ങനെ ഇവിടെ ആരംഭിച്ചു. അതിന് മുമ്പ് നമ്മുടെ പൂർവികരെ തൊട്ട് മുമ്പ് പുതുക്കാട് പള്ളിയിലും അതിനു മുമ്പ് അപ്പുറത്തുള്ള പള്ളിയൊക്കെയായിരുന്നു ആത്മകാര്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നത്. പുതുക്കാട് കാഞ്ഞൂർ വിസ്മയ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ 12ാമത് വാർഷികം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ആൻസി ജോബി യോഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ഡെന്നിസ് മുള്ളക്കര അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ജെയിംസ് പറപ്പുള്ളി ഏവരെയും സ്വാഗതം ചെയ്തു. അസോസിയേഷൻ രക്ഷാധികാരി റാഫേൽ ഐനിക്കൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജാൻസി ലെനിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോയ് കിടങ്ങൻ നന്ദി അർപ്പിച്ചു. അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾക്ക് ശേഷം സ്നേഹവിരുന്നോടെ 12ാമത് വാർഷികാഘോഷം സമാപിച്ചു. കാൽച്ചുവട്ടിൽ ഒരു സ്വർഗം ഒളിച്ചിരിപ്പുണ്ട്. നമ്മൾ ചിന്തിക്കണം, ഇവിടെ കുറെ പേര് പ്രായമായിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, വലിയ പ്രായമുള്ളവരല്ല എങ്കിലും ഒരു കാലത്ത് ഇവരൊക്കെ ഒത്തിരിയേറെ തണൽ നൽകിയവരാണ്. നമുക്കൊക്കെ ഒത്തിരിയേറെ ആ തണൽ പറ്റി ജീവിച്ചവരാണ് നമ്മൾ. അവർക്ക് കുറവുകളുണ്ടാകും, അവർക്ക് പോരായ്മകളുണ്ടാവും. അതിരപ്പള്ളിയിൽ വീണ്ടും കബാലി. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കബാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. കാട് കയറിപ്പോയ കബാലി 2 മാസങ്ങൾക്ക് ശേഷമാണ് തിരികെ എത്തുന്നത്. ഷോളയാർ പവർ ഹൌസിനും വാൽവ് ഹൌസിനും ഇടയിൽ ഞായറാഴ്ച രാവിലെ 11ഓടെയായിരുന്നു ഒറ്റയാന്റെ വഴിതടയൽ. കബാലിയുടെ അപ്രതീക്ഷിത വഴിതടയൽ മൂലം KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിയത്. റോഡരികിൽ നിന്ന് പന മറിച്ചിട്ട് തിന്നുകയായിരുന്ന കബാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന വാഹനങ്ങൾക്ക് മുൻപിലാണ് കബാലി നിലയുറപ്പിച്ചത്. അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഇറങ്ങിയ കാട്ടാനയ്ക്ക് മുൻപിൽ ചെറുവാഹനങ്ങളും KSRTCയുടെ ഉല്ലാസയാത്ര ബസ് ഉൾപ്പെടെയുമാണ് കുടുങ്ങിയത്. എന്നാൽ ആക്രമണ സ്വഭാവം കാണിക്കാതെ റോഡിൽ നിലയുറപ്പിച്ച കബാലിക്ക് മുൻപിൽ കുടുങ്ങിയ ചെറുവാഹനങ്ങൾ പെട്ടെന്ന് എടുത്തുപോയതിനാൽ അപകടം ഒഴിവായി. തുടർന്ന് ബസിന് നേരെ ആന വന്നെങ്കിലും പിന്തിരിഞ്ഞു പോകുകയായിരുന്നു. വീണ്ടും 1 മണിക്കൂറോളം വഴി തടഞ്ഞ റോഡിൽ നിന്ന കബാലിയെ വനപാലകരെത്തി റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരായ മഞ്ഞക്കൊമ്പനും ഏഴാറ്റുമുഖം ഗണപതിക്കും പിന്നാലെ കബാലിയും എത്തിയതോടെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും വനം വകുപ്പും ഒരുപോലെ ആശങ്കയിലാണ്. അവിണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള മുല്ലനേഴി അഖില കേരള നാടകോത്സവം 8ാം ദിനം നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. അവിണിശ്ശേരി ജനകീയ വികസന സമിതി കൺവീനർ ശൈലേഷ് കുമാർ വള്ളിശ്ശേരി അധ്യക്ഷത വഹിച്ചു. അവിണിശ്ശേരി പഞ്ചായത്തിലെ മുൻകാല നാടക പ്രവർത്തകരെയും ഫുട്ബോളിൽ കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ MA അദ്വൈതിനെയും ചടങ്ങിൽ ആദരിച്ചു. സുധീഷ് ശിവശങ്കരൻ, VR ബാബു, പഞ്ചായത്ത് അംഗം KA പ്രദീപ്, അവിണിശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ജീനമോൾ, പെരിഞ്ചേരി UP സ്കൂൾ പ്രധാനാധ്യാപിക ശൈലജ, ബേബി ചിറ്റിലപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് അങ്കമാലി മല്ലു റാപ്പ് മ്യൂസിക് സോമസുന്ദരൻ ആൻഡ് ടീമിന്റെ ഗാനമേളയും മുല്ലനേഴി അഖില കേരള നാടക മത്സരത്തിൽ കൊടുങ്ങല്ലൂർ രാരംഗ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷൻ അവതരിപ്പിച്ച നീലപ്പായസം അരങ്ങേറി. നിലക്കടലയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. നിലക്കടലയിൽ ആവശ്യ പോഷകങ്ങളായ മഗ്നീഷ്യം, E, B വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ഊർജം വർദ്ധിപ്പിക്കുന്നതിനും ശക്തമായ രോഗപ്രതിരോധ സംവിധാനത്തിനും സഹായിക്കുന്നു.
ആരോഗ്യത്തിനും പേശികളുടെ വളർച്ചയ്ക്കും ആവശ്യമായ 9 അവശ്യ അമിനോ ആസിഡുകൾ നിലക്കടലയിൽ അടങ്ങിയിരിക്കുന്നു. റിപ്പോർട്ട് കാണാം. നിലക്കടലയിലെ ഉയർന്ന പ്രോട്ടീനും നാരുകളും വിശപ്പ് നിയന്ത്രിക്കാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാനും സഹായിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിക്കുന്നത് ഗുണകരമാണ്. ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ ഇയും അടങ്ങിയ നിലക്കടല ചർമ്മത്തിന്റെ ആരോഗ്യവും സംരക്ഷിക്കും. മോണോസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ നിലക്കടലയിൽ അടങ്ങിയിരിക്കുന്നു. ഇത് കഴിക്കുമ്പോൾ LDL കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ കൊഴുപ്പുകൾ ഊർജം നൽകുകയും ചെയ്യുന്നു. കൂടാതെ നിലക്കടലയിൽ വിറ്റാമിൻ ഇ, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഡയറ്ററി ഫൈബർ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ നാഡികളുടെ പ്രവർത്തനം, പേശികളുടെ ആരോഗ്യം, രക്തസമ്മർദ്ദം നിയന്ത്രിക്കൽ എന്നിവയെ പിന്തുണയ്ക്കുന്നു. നിലക്കടലയിൽ കാണപ്പെടുന്ന മോണോസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. കൂടാതെ നിലക്കടലയിലെ ആർജിനൈൻ നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു. ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. കോടാലി ചെമ്പുച്ചിറ കാക്കനാടൻ രാജൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മിനി ഭാര്യയും അക്ഷയ് മകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച് ഓട്ടോ യാത്രികർക്ക് പരിക്ക്. ഹൈസ്കൂൾ ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി മറ്റത്തൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന നീന്തൽ സാക്ഷരതാ യജ്ഞം ശ്രദ്ധേയമാകുന്നു. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി സ്നേഹസംഗമം ഒരുക്കി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. കൊളോസ്റ്റമി രോഗികൾക്കായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.